surprise? Yes. Come. What do you like to eat? Light ഇട്ട് ഭംഗി പോകും. Are you excited? Yes. എന്നാ സന്തോഷം മാത്രം കാണിക്കേ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ബീറ്റ്റൂട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഹാഫ് സവാളയും മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നു. ഇതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു. ദെൻ കുറച്ച് ബീറ്റ്റൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ മിക്സ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇത് പിന്നെ ഇങ്ങനെ തട്ടി പൊട്ടി വെക്കുക. പിന്നെ ഒരു 2 സെക്കൻഡ് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് നമ്മൾ തോരൻ റെഡി. ഗൈസിന് നമുക്ക് ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 പൊട്ടറ്റോ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചില്ലി പൗഡറും കുറച്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കാം. ഇങ്ങനെ ചെയ്തിട്ട് മെഴുക്കുവരട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കിഴങ്ങൊന്ന് മെഴുക്കുവരട്ടി ഓൾ ഫ്രൈ എന്ന് വേണമെങ്കിലും പറയാം. ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. മെയിനായിട്ട് ഞാനൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ സോൾട്ട്, കുറച്ച് കറിവേപ്പില, ഒരു 2 ചെറിയുള്ളി, കുറച്ച് ഞാൻ എരിവില്ലാത്ത മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടുന്നുണ്ട്. അതിന് കുറച്ച് പുളിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അതിന് വേണ്ടി ഇതിനകത്ത് ഒരു കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈക്ക് ഞാനൊരു ഹാഫ് സവാള ജസ്റ്റ് ഒന്ന് വഴറ്റുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട്. എന്നിട്ട് ഈ പൊട്ടറ്റോസും കൂടി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയാവും. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു പാനിലേക്ക് പിന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെമ്മീൻ കുട്ടന്മാരെ ഇട്ട് കൊടുക്കും. നമുക്ക് ഇതും ഇട്ട് ഫ്രൈ ആക്കിയിട്ട് കാണാൻ പാടും. ഗൈസ്, ഞാൻ സാൽമൺ വറക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ചോറ് വിളമ്പി. നമ്മുടെ ചേച്ചി ഇപ്പോൾ വരും. ഇപ്പോൾ സർപ്രൈസ് ആകുമോ എന്ന് നോക്കാം. എന്നിട്ട് കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കുക, മീൻ ഫ്രൈ 2 വെച്ചേക്കാം, എന്നിട്ടൊരു ഉള്ളിയും വെച്ചേക്കാം, കുറച്ച് ബീറ്റ്റൂട്ട് തോരനും വെക്കാം, മുട്ട വറുത്ത് വെക്കാം, ചെമ്മീൻ ഫ്രൈ, ദെൻ നമ്മുടെ മാംഗോ പിക്കിൾ. നല്ല മാംഗോ പിക്കിളാണ്. ഇരിക്കട്ടെ, മഴയില്ലല്ലോ, ഓണത്തിനൊക്കെ കിട്ടും. ബട്ട് നല്ല മഴ. താങ്ക് യു സോ മച്ച് അന്ന. ഡിലീഷ്യസ് അന്ന.